അല്ല അതെ, കോടതിയിൽ നിന്ന് നീതി ലഭിക്കുമെന്ന പ്രതീക്ഷ ആദ്യം മുതൽ തന്നെ ഉണ്ട്. അതിൻ്റെ ഒരു ഘട്ടമാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. ബഹുമാനപ്പെട്ട കോടതിയിൽ പരിഗണിക്കുന്നൊരു വിഷയത്തിൽ വിശദമായൊരു ചർച്ച ചെയ്യാൻ തയ്യാറല്ല. എങ്കിൽ പോലും ബഹുമാനപ്പെട്ട കോടതി നിർദ്ദേശപ്രകാരം ഈ ഡോക്യുമെൻറ്റുകൾ മുഴുവൻ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. ബഹുമാനപ്പെട്ട കോടതിയിൽ അത് സമർപ്പിക്കപ്പെട്ടപ്പോൾ നമ്മളതിൻ്റെ ഒരു പകർപ്പ് വാങ്ങിച്ചു. കാണുമ്പോൾ വളരെ ആശ്വാസമുണ്ട്. കാരണം ചെയ്യാത്ത കുറ്റത്തിന് ആരോപണം ഉന്നയിക്കുകയും ശിക്ഷ അനുഭവിക്കുകയും ചെയ്തു കഴിഞ്ഞു. ശിക്ഷയും കഴിഞ്ഞു. സാധാരണ കുറ്റം ചെയ്താൽ വിചാരണയുണ്ടായില്ല, ശിക്ഷയും കഴിഞ്ഞു. എങ്കിലും സത്യം വളരെ പതുക്കെ പുറത്തു വരത്തുള്ളൂ. സത്യം ഇഴഞ്ഞു പോകുമ്പോൾ അസത്യം പാഞ്ഞു പോകും. അപ്പോൾ സത്യം ഇഴഞ്ഞാണെങ്കിലും വരും എന്നതിൽ സന്തോഷമുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള കൃത്രിമം കാണിക്കുന്ന ഒരാളല്ല. അതിലെനിക്ക് താല്പര്യമുള്ള ആളല്ല. അതുകൊണ്ടൊന്നും നേടാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ആളുമല്ല. ഞാൻ കൃത്രിമം കാണിച്ച് വളർന്നു വന്ന ആളല്ല. സിനിമയിലായാലും ശരി, രാഷ്ട്രീയത്തിലായാലും ഞാൻ ഇന്നുവരെ ജീവിച്ച എല്ലാ വഴികളിലും കൃത്രിമം കാണിച്ചിട്ട് ഒരടി പോലും മുന്നോട്ട് പോയിട്ടില്ല. പോകാൻ ശ്രമിച്ചിട്ടുമില്ല. എനിക്കങ്ങനെ താല്പര്യമില്ല. ഞാൻ അധ്വാനിച്ച് ജീവിക്കുന്നൊരു സാധാരണക്കാരനാണ്. ഞാൻ 19 വയസ്സിൽ സ്വന്തമായി അധ്വാനിച്ച് വളർന്നു വന്ന ആളാണ്. എനിക്ക് ഇന്നും ജോലി ചെയ്യാൻ വളരെ താല്പര്യമുള്ള ആളാണ്. മടി കൂടാതെ. അല്ല, ഇതൊന്നും താൽക്കാലികമായി നമ്മളെ സമൂഹമധ്യത്തിൽ അധിക്ഷേപിക്കാനും കരിവാരിത്തേക്കാനും ഉപയോഗിക്കാം. അത് കണ്ട് ചില ആളുകൾക്ക് ആസ്വദിച്ച് ചിരിക്കാൻ അവസരമുണ്ട്. അതൊക്കെ താൽക്കാലികമാണ്. അതിലൊന്നും കാര്യമില്ല. പലപ്പോഴും എന്നോട് എല്ലാവരും ചോദിച്ചിട്ടുണ്ട്, മാധ്യമങ്ങളോട് എന്തുകൊണ്ട് ഒരു പത്രസമ്മേളനം വിളിച്ച് ഇത് ന്യായീകരിക്കുന്നത്. ന്യായീകരിക്കേണ്ട കാര്യമല്ല. ബഹുമാനപ്പെട്ട കോടതി പരിശോധിക്കുന്നൊരു കാര്യത്തിൽ ബഹുമാനപ്പെട്ട കോടതിയുടെ ഉത്തരവ് വരുന്നതനുസരിച്ച് അത് വിശദീകരിക്കപ്പെടും. അതാണ് നന്മ. അതിനുവേണ്ടി കാത്തിരിക്കുക. ഈ പറഞ്ഞതുപോലെ ഒരു കുടുംബ പ്രശ്നത്തിൻ്റെ പേരിൽ തുടങ്ങിയതാണ്. അത് പൊതുമധ്യത്തിൽ ഉൾപ്പെടെ നിങ്ങളുടെ പൊതുജീവിതത്തിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ വിമർശിക്കുകയും ചർച്ച ചെയ്യപ്പെട്ട ഒരു അല്ലാതെ പൊതുമധ്യത്തിലേക്ക് വലിച്ചഴിച്ചവരാണ് അതിൽ പശ്ചാത്തപിക്കേണ്ടത്. ഇത് പൊതുജനങ്ങളുടെ മുമ്പിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ല. എങ്കിലും ഞാൻ പൊതുരംഗത്തിരിക്കുന്ന ആളായതുകൊണ്ട് അത് മാധ്യമങ്ങൾ ചർച്ച ചെയ്തതിൽ തെറ്റു പറയാൻ പറ്റത്തില്ല. പക്ഷേ പൊതുമധ്യത്തിലേക്ക് കുടുംബകാര്യങ്ങൾ വലിച്ചെറിയണോ, അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ അച്ഛൻ്റെ ആഗ്രഹങ്ങൾക്കെതിരെ ഇതുപോലുള്ള സീനുകൾ ഉണ്ടാക്കണമെന്ന് തീരുമാനിക്കേണ്ടത് മക്കൾ തന്നെയാണ്. അത് നമ്മൾ മറ്റ് ചില സ്ഥലങ്ങളിൽ ഈ അടുത്ത കാലത്ത് കണ്ടു. ഒരു പിതാവിൻ്റെ ആഗ്രഹത്തിന് വിരുദ്ധമായി സുപ്രീം കോടതി വരെ ചില ആളുകൾ പോവുകയും അപമാനിതരായി മടങ്ങുകയും ചെയ്തു. കാരണം ബഹുമാനപ്പെട്ട കോടതി എന്ന് പറഞ്ഞ മറുപടി വളരെ നല്ല മറുപടിയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ വേണോ വേണ്ടോ തീരുമാനിക്കേണ്ടത് പൊതുനിരത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്നവരാണ്. നിങ്ങളെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്നവരാണ്. നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക. മാധ്യമങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് ഇക്കാര്യത്തിൽ എല്ലാവരും മനസ്സിലാക്കണം. ഇല്ല, അതൊന്നുമില്ല. ഞാനൊരു ദൈവവിശ്വാസിയാണ്. എനിക്ക് കിട്ടേണ്ട സമയത്ത് നല്ലതും ചീത്തയും കിട്ടേണ്ട പോലെ കിട്ടിയിട്ടുള്ളതാണ്. നന്മ തന്നതും ദൈവം, തിന്മകൾ സംഭവിച്ചതും അതിനാൽ തന്നെ എല്ലാം നല്ലതിന് വേണ്ടിയെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇതൊന്നും എനിക്ക് ദോഷമല്ല. എനിക്ക് എൻ്റെ പാർട്ടിയെ, ഞാൻ മന്ത്രിസ്ഥാനത്ത് മാറിയതിനെക്കുറിച്ചാണ് താങ്കൾ ഉദ്ദേശിച്ചെങ്കിൽ, എൻ്റെ പാർട്ടിയെ നല്ല നിലയിൽ വളർത്തിയെടുക്കാൻ കഴിഞ്ഞു. എൻ്റെ പാർട്ടിയുടെ മേഖലാ സമ്മേളനം കൊല്ലത്ത് നടന്നപ്പോൾ മാധ്യമപ്രവർത്തകർക്കും ജനങ്ങൾക്കും ബോധ്യപ്പെട്ടു എൻ്റെ പാർട്ടി ഒരു ചെറിയ പാർട്ടിയല്ല. കേരളത്തിൽ നിർണായകമായ സ്വാധീനമുള്ളൊരു രാഷ്ട്രീയ പാർട്ടിയാണ് തെളിയിക്കാൻ ആ 2.5 വർഷം എനിക്ക് കഴിഞ്ഞു എന്നുള്ളത് ഒത്തിരി സന്തോഷമുണ്ട്. പാർട്ടിയെ വളർത്തിയെടുക്കുന്നതിലും മണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾ, നിയോജകമണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ ബഹുദൂരം മുന്നോട്ട് കൊണ്ടുപോകാനും എനിക്ക് ആ 2.5 വർഷം സഹായകമായി എന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. മന്ത്രിയാകുക എന്നുള്ളതൊന്നുമല്ല ഒരാളുടെ ജീവിതത്തിലെ അൾട്ടിമേറ്റായിട്ട് ലക്ഷ്യം. സന്തോഷമായിട്ട് സമാനമായിട്ടും ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെയൊക്കെ വന്നു നിയമ നടപടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ നിങ്ങൾ തിരിച്ചു വരികയാണെങ്കിൽ സന്തോഷത്തോടെ. അതൊക്കെ അപ്പോഴത്തെ കാര്യങ്ങളല്ലേ. ഞാൻ അത്രയ്ക്ക് മഹാനെന്ന് പറഞ്ഞില്ലല്ലോ. ഞാനൊരു സാധാരണക്കാരനാണ്, മഹാനല്ല. ഞാൻ ആരോടും യുദ്ധത്തിന് പോയിട്ടില്ല. ഞാൻ ആരെയും ഉപദ്രവിച്ചിട്ടില്ല. ഒരു MLA എന്ന നിലയിലോ ഒരു മന്ത്രി എന്ന നിലയിലോ പൊതുപ്രവർത്തനം ആരോടും നീതി കാണിച്ചിട്ടില്ല ഈ നിമിഷം വരെ എന്ന ബോധ്യത്തോടെയാണ് ഞാൻ ഉറങ്ങാൻ കിടക്കുന്നത്. മറ്റൊരു കാര്യം, ഈ കഴിഞ്ഞ ദിവസം ഈ പത്തനാപുരം മേഖലയിൽ പല സ്കൂളുകളിലും വലിയ രീതിയിലുള്ള വാഹന പരിശോധനകൾ നടന്നിരുന്നു. അപ്പോൾ പലതരത്തിലാണ് അതിനെയൊക്കെ വ്യാഖ്യാനിക്കപ്പെടുന്നത്. അല്ല, അത് നിയമം നടപ്പിലാക്കുമ്പോൾ പലതരം വ്യാഖ്യാനങ്ങൾ വരും. എല്ലാ വാഹനങ്ങളും പരിശോധിക്കാൻ വളരെ കർശനമായ നിലപാടെടുക്കാനും ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശം നൽകിക്കൊണ്ട് എല്ലാ വാഹന അപകടങ്ങളും പരമാവധി കുറയ്ക്കാൻ വേണ്ടി ശക്തമായ നടപടി സ്വീകരിക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നെ നേരിട്ട് വിളിച്ചു വരുത്തി നിർദ്ദേശം തന്നിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഉദ്യോഗസ്ഥന്മാരോട് എല്ലാത്തരം പരിശോധനകളും നടത്താൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പുതിയൊരു തീരുമാനം എന്ന് പറയുന്നത്, ഇപ്പം ഹൈക്കോടതി ഉത്തരവ്, ഒരു ഉദാഹരണത്തിന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട്. ഈ വാഹനങ്ങളുടെ മുകളിൽ വലിയ പവർ കൂടിയ LED ലൈറ്റുകൾ വെച്ചിട്ടുണ്ട്, ഫ്രണ്ടിൽ അഡീഷണൽ ലൈറ്റ്. അതെല്ലാം റിമൂവ് ചെയ്യണം എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിട്ട് 2-3 മാസമായി. അത് അഴിച്ചു മാറ്റാൻ എല്ലാവർക്കും സമയം കൊടുത്തു. അത് അഴിച്ചു മാറ്റാൻ ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം കൊടുത്തു. അവരത് ചെയ്യില്ല എന്ന് കണ്ട് ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്നറിയാം. ഇപ്പോൾ വണ്ടിക്ക് ഫൈൻ അടിക്കുകയല്ല, ഏതെങ്കിലും ഒരു വണ്ടിയുടെ മുമ്പിൽ ഇത്തരത്തിലൊരു ലൈറ്റ് വെച്ചിരിക്കുന്ന കണ്ടാൽ
അത് കണ്ടു കഴിഞ്ഞാൽ ശ്രദ്ധയിൽപ്പെടുന്ന ഏത് ആർ ടി ഒയുടെ കീഴിലാണോ വണ്ടി ആ ആർ ടി ഒയ്ക്ക് മെമ്മോ കൊടുക്കാനാണ് തീരുമാനം. കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഒരു തീരുമാനം അവഗണിക്കാൻ ഒരു ഉദ്യോഗസ്ഥനും അധികാരമില്ല. അത് സർക്കാരിൻ്റെ ചുമതലയാണ് നടപ്പിലാക്കുക എന്നുള്ളത്. കൃത്യമായി ഇതൊക്കെ ഒരു സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടും ഈ ചെറിയ ലാഭങ്ങൾക്കും വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത് നാണംകെട്ട രാഷ്ട്രീയമാണെന്നേ പറയാനുള്ളൂ. അത് പലതരം വ്യാഖ്യാനങ്ങളൊന്നും വേണ്ട. ചില ആളുകൾക്ക് എന്ത് കണ്ടാലും കൊതുകിന് കൗതുകം ചോര തന്നെ എന്ന് പറയുന്ന പോലെയാണ്. ദുർവ്യാഖ്യാനം വേണ്ട, സ്ട്രെയിറ്റായിട്ട് കാണുക, സത്യസന്ധമായിട്ട് നേരിട്ട് കാണുക എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി.